ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിനെതിരെ സ്ഥിരം കുറ്റവാളി നിയമം ചുമത്തി കേസ് എടുത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ തൃശൂർ ഡി.ഐ.ജി. ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥി കോർണറിൽ നിന്നാരംഭിച്ച് സ്വരാജ് റൗണ്ട് ചുറ്റിയ പ്രതിഷേധ പ്രകടനം ഡി.ഐ.ജി. ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഇതിനിടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്നു നടന്ന ധർണ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റിനെതിരെ എടുത്ത കള്ളക്കേസ് സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചാണെങ്കിൽ പോലീസ് അതിന്റെ പാപഭാരം അനുഭവിക്കേണ്ടി വരുമെന്ന് എം.ടി. രമേശ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിയും മറ്റുന്നതരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അനീഷ് കുമാറിനെതിരെയുള്ള കേസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയ മിന്നും ജയത്തിൽ വിളറിപ്പൂണ്ട ഇടതുപക്ഷം തൃശൂർ ജില്ലയിൽ പാർട്ടിയെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. അത് വിലപ്പോവില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായും നേരിടുമെന്നും എം.ടി. രമേശ് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലെ CPM-ന്റെയും SFIയുടെയും നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നാം എല്ലാവരും കണ്ടതല്ലേ? എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് SFI നേതാക്കന്മാരും പ്രവർത്തകന്മാരും കാട്ടിക്കൂട്ടുന്നത്. ഏതെങ്കിലും ഒരു SFI നേതാവിനായി നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്? SFIയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയാണ്. ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ആ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള SFIയുടെ സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ തെറി പറഞ്ഞിട്ട് അയാളെ ഒന്ന് പിടിച്ചകത്തിടാൻ ധൈര്യം കാണിക്കാത്ത പോലീസുകാരാണോ ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത്? ഉദ്ഘാടന ചടങ്ങിനു ശേഷവും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തി. ഇതോടെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. CCTV ന്യൂസ് കേച്ചേരി.